വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ബെഡിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണെന്ന്. പക്ഷേ അതല്ല, നമ്മൾ മെയിനായിട്ട് ഇതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഈ ബെഡിൽ ഉപയോഗിക്കാൻ പോകുന്ന ബെഡ്ഷീറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബെഡിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിൻ്റെ കൂടെ ഒന്നറിയാം. ഇത് ഡോക്ടർ സപ്പോർട്ട് എന്ന പേരിൽ നെയിമോട് കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെഡാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് ഈ ഭാഗത്തെ കട്ടി ഉണ്ടല്ലോ, ആ കനം, അത് 5 ഇഞ്ചാണ് അതിൻ്റെ കനം വരുന്നത്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 75, വീതി വരുന്നത് 60. ഈ സൈസിലുള്ള ബെഡിനുള്ള ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ ബൈ ചെയ്യാൻ പോണത്. അതാണ് ഇന്നത്തെ വീഡിയോസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഈ ബെഡിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, നമ്മൾ പ്രസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സോഫ്റ്റ്നെസ് അത് കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ സാധാ ഒരു സ്പ്രിങ് ടെക്നോളജി അല്ല ഇതിനുള്ളിലുള്ളത്. ഉള്ളിൽ ഫോമും പിന്നെ ഈ രാമച്ചത്തിൻ്റെ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫുൾ സോഫ്റ്റ് അല്ല ഈ ബെഡ് ഉള്ളത്, കുറച്ച് ഹാർഡാണ്. പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ 75x60x5, അതാണ് ഇതിൻ്റെ സൈസ്. പ്രൈസ് ഇതിന്മേൽ കാണിക്കുന്നത് 9800 സംതിങ് കാണിക്കുന്നുണ്ട്. എങ്കിൽ ആ പ്രൈസൊന്നും നമുക്ക് വന്നിട്ടില്ല. ഞാനിത് ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബെഡാണ്. ഏകദേശം ഇതിൻ്റെ പകുതിയോളം വില എനിക്ക് വന്നിട്ടുള്ളൂ. അത് ഹോൾസെയിൽ റേറ്റിന് എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പകുതി റേറ്റേ നമുക്ക് ഈ ബെഡിന് വന്നിട്ടുള്ളൂ. ഈ ബെഡ് ഒരു ഫുൾ കവറിങ്ങോട് കൂടിയാണ് ബെഡ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറിങ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അത് ഈ ബെഡിൻ്റെ മുകളിൽ നിന്ന് ആ പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അത്യാവശ്യം കുറച്ച് പണിപ്പാടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ് ഞാൻ ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രൈസ് അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ബെഡ്ഷീറ്റ് തന്നെ 600 രൂപ, 650 രൂപ, 500 രൂപ അങ്ങനത്തെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് ബെഡ്ഷീറ്റ് വാങ്ങാതെ നേരെ ഓൺലൈനിലോട്ട് വന്നത്. ഓൺലൈനിലോട്ട് വന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു എത്രത്തോളം വിലയാണ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ബെഡ്ഷീറ്റുകൾക്ക് കാണിക്കണത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ കാണിച്ചതാണിത്. ഞാൻ ബൈ ചെയ്തത് ഈ കാണുന്ന ബെഡ്ഷീറ്റുകളാട്ടോ. ഇതൊരു 3 വരുന്ന ബെഡ്ഷീറ്റാണ്. 3 ബെഡ്ഷീറ്റ്. അപ്പോൾ ഓരോ ബെഡ്ഷീറ്റിൻ്റെ കൂടി 2 പില്ലോ കവറും ഉണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങുന്ന റേറ്റിന് നമുക്കിവിടെ 3 ബെഡ്ഷീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ബെഡ്ഷീറ്റ് ഈ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് വന്ന പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പുണ്ട് ഞാനിത് ബൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡേറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഈ സൈറ്റ് ഏതാ എന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 കവറിലായിട്ടാണ് ബെഡ്ഷീറ്റ് വന്നിട്ടുള്ളത്. അതിൽ ഒരു ബെഡ്ഷീറ്റാണിത്. ഇങ്ങനത്തെ ഓരോ കവറിലായിട്ടാണ് ബെഡ്ഷീറ്റുകൾ വന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ പില്ലോ കവർ, അതിൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ ഈ ഒരു കവറിലുണ്ട്. എന്തായാലും ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു 3 ഓപ്ഷനുള്ള ആ 3 ഫോട്ടോ കാണിക്കണ അത് മാത്രം തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ള ബെഡ്ഷീറ്റുകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇതും ഈ ഫോട്ടോയിൽ കാണുന്ന ആ ഫോട്ടോയും നമ്മൾ വാങ്ങിയ ബെഡ്ഷീറ്റും തമ്മിൽ എന്തൊക്കെ ചെറിയ ഡിഫറൻറ്റുകളുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഫോട്ടോയിൽ കാണുന്നതും ഇതും തമ്മിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ്. എന്നാൽ കളറൊക്കെ ഓക്കെയാണ്. ഇതൊരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ബെഡിൽ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ കളർ ഫെയ്ഡിങ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വലിയൊരു പ്രൈസൊന്നും വരുന്നില്ലല്ലോ ഒരു ബെഡ്ഷീറ്റിന്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഓക്കെ ക്വാളിറ്റി ബെഡ്ഷീറ്റാണ് ഇത് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഒരു മെഗാ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയണില്ല. ഇതാണ് ഫോട്ടോയിൽ കാണിച്ചത്. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തന്നതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ബെഡ്ഷീറ്റ് ഡിഫറൻ്റാണ് വന്നിട്ടുള്ളത്. നമുക്കതിൽ കാണിച്ചത് വേറെയും അവർ നമുക്ക് സെൻഡ് ചെയ്ത ബെഡ്ഷീറ്റും തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. എന്തായാലും ബെഡ്ഷീറ്റ് ഓക്കെ ആയതുകൊണ്ട് റിട്ടേൺ അയക്കാനൊന്നും നിന്നിട്ടില്ല. ഓക്കെ ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉൾഭാഗത്തെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഇത് നമ്മളെ 3ാമത്തെ ബെഡ്ഷീറ്റാണ്. ഇത് നല്ല അടിപൊളി കളറാണ്. നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്ന ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 3 ബെഡ്ഷീറ്റുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, ഈ ഫ്ലവർ ടൈപ്പ് ഉള്ളത്. അപ്പോൾ 3 ബെഡ്ഷീറ്റുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു.
എൻ്റെ ഒരു യൂസിങ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തായാലും ഈ പ്രൊഡക്റ്റ് ഒരു കൊടുക്കുന്ന പ്രൈസിനുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൂ. എന്തായാലും നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന 3 ബെഡ്ഷീറ്റുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം ബാക്കി ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാത്തതുകൊണ്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോസ്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.